അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരല്പസമയം ഈ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങളൊക്കെ മാറ്റിവെക്കുക. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ ഇന്ന് പറയുന്നത് 2012 മുതൽ 2020 വരെ ഞാൻ പഠിക്കുകയും നിലവിൽ 1700ഓളം വരുന്ന അനാഥകളും ഹാഫിലീങ്ങളും അഗതികളും മുതഅല്ലിമീങ്ങളുമായ വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുകയും ചെയ്യുന്ന കാസർഗോഡ് ജില്ലയിലെ മുഹിമ്മാത്ത് എന്ന് പറയുന്ന നമ്മുടെ അതിമഹത്തായ സ്ഥാപനത്തെപ്പറ്റിയും ആ സ്ഥാപനത്തിലേക്ക് അരി നേർച്ചയാക്കുന്നതിനെ പറ്റിയും ആ അരി നേർച്ചയാക്കിയാൽ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളെ പറ്റിയൊക്കെയാണ്. അരി നേർച്ചയാക്കുക എന്ന് പറയുമ്പോൾ ആരും വിചാരിക്കരുത് ഒരുപാട് സംഖ്യകൾ നൽകണം എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. നമ്മുടെയൊക്കെ സാമ്പത്തിക ശേഷി വ്യത്യസ്തമായിരിക്കും. ഒരു പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ ചെറിയ ശമ്പളങ്ങൾക്ക് അല്ലെങ്കിൽ ചെറിയ ദിവസക്കൂലികൾക്ക് ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. 50, 100, 200, 300, 500, 1000 എത്രയാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ നൽകിയാൽ മാത്രം മതി. എത്ര നൽകിയാലും അതിന് വലിയ ഫലങ്ങൾ അല്ലാഹു നൽകും ഇൻഷാ അല്ലാഹ്. ഏതായാലും ഇങ്ങനെ അരികൾ നേർച്ചയാക്കിയാൽ പ്രധാനമായും 2 കാര്യങ്ങൾ അല്ലാഹു നമുക്ക് സാധിപ്പിച്ചു തരും. ആ 2 വിഷയങ്ങൾ ഏതാണെന്ന് ഞാൻ ആദ്യം പറയാം. ഒന്ന്, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. ശാരീരികമായിട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അതുപോലെ മാനസികമായിട്ട് എന്നിങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങൾ അനുഭവിച്ച് ഈ വിനീതനായ എന്നോട് തന്നെ പലപ്പോഴും പല ആളുകളും പല വിഷയങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് ഏൽപ്പിക്കാറുണ്ട്. പല കമൻറ്റ് ബോക്സുകളിലും വാട്സപ്പ് മെസ്സേജുകളിലുമൊക്കെ ദുആ വസിയത്ത് കാണാറുണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനെ നിങ്ങൾ അനുഭവിക്കുന്ന എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങൾ കരുതി മുഹിമ്മാത്തിലേക്ക് നേർച്ചയാക്കിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പ്രശ്നം അല്ലാഹു മാറ്റിത്തരും. അങ്ങനെ മാറ്റിത്തന്ന ഒരുപാട് അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ നിന്ന് 1-2 എണ്ണം ഈ വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം. മാത്രമല്ല, നല്ലൊരു ജീവിതം പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നല്ല ജീവിതം, നല്ല മരണം, അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീക്ക്, ഉംറ ചെയ്യാൻ, ഹജ്ജ് ചെയ്യാൻ ഉള്ള തൗഫീക്ക്, ഇൻഷാ അല്ലാഹ് ഇത്തരം നല്ല ആഗ്രഹങ്ങളും ഇതിലൂടെ അല്ലാഹു സാധിപ്പിച്ചു തരും. നല്ലൊരു ആഗ്രഹം വെച്ച് നിങ്ങൾ നേർച്ചയാക്കിയാൽ മതി. അതാണ് വളരെ പ്രധാനപ്പെട്ടതായി ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഒരു മുഅ്മിൻ എന്ന നിലക്ക്, ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് ഈ ദുനിയാവിൽ, ഈ ഭൗതികമായ ലോകത്ത് ഇവിടുത്തെ സുഖലോലുമതികളിൽ അഭിരമിച്ച് ജീവിക്കുക എന്നതല്ല. ഇതിനപ്പുറത്ത് ആരാരുമില്ലാത്ത പാരത്രിക ലോകത്ത് നമുക്ക് എത്തിപ്പെടാനുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ നമുക്ക് വിജയിക്കണം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാത്തിൽ നമുക്ക് സംഗമിക്കണം. ഹബീബായ മുത്തുനബി തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന ആ വിശുദ്ധമായ സ്വർഗീയ ലോകത്ത് നമുക്ക് സംഗമിക്കണം. അങ്ങനെ പാരത്രിക ലോകത്ത് വിജയം കൈവരിക്കാൻ കൂടി അല്ലാഹു ഇതിലൂടെ നമുക്കൊരവസരം നൽകും. അല്ലാഹു അങ്ങനെ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതായത് നമുക്ക് ഇങ്ങനെയുള്ള ദുനിയാവും ആഖിറവുമായ എല്ലാ വിജയങ്ങളും അല്ലാഹു ഈ നേർച്ചയിലൂടെ നമുക്ക് സാധ്യമാക്കി തരും ഇൻഷാ അല്ലാഹ്. മറ്റൊന്ന്, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ടാകും. നാമുമായി ബന്ധപ്പെട്ടവരിൽ അവരുടെയൊക്കെ പേരിൽ നമുക്ക് ഈ സ്ഥാപനത്തിലേക്ക് അരി നേർച്ചയാക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതിൻ്റെയൊക്കെ ഫലം അല്ലാഹു അവർക്ക് നൽകും. അവരെയും നമ്മെയും അല്ലാഹു നാളെ പാരത്രിക ലോകത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏതായാലും ഇത് വളരെ പ്രധാനപ്പെട്ട 2 ലക്ഷ്യങ്ങളാണ്. ഈ 2 ലക്ഷ്യങ്ങൾ അല്ലാഹു ഇതിലൂടെ നമുക്ക് സാധിപ്പിച്ചു തരും. അടുത്തത്, ഈ സ്ഥാപനത്തെക്കുറിച്ച് ഒരല്പം ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഏകദേശം ഒരു 30 വർഷങ്ങൾക്ക് മുമ്പാണ് കാസർഗോഡ് ജില്ലയിലെ പുത്തുക പഞ്ചായത്തിലെ കട്ടത്തെടുക്ക എന്ന പ്രദേശത്ത് മുഹിമ്മാത്ത് എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനം നിലകൊള്ളുന്നത്. അങ്ങനെ സ്ഥാപനം കടന്നു വരുന്ന ആ ഘട്ടത്തിൽ ആദരണീയരായ സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ തങ്ങൾ എന്ന് പറയുന്ന, നമ്മളൊക്കെ തങ്ങളുസ്താദ് എന്ന് വിളിക്കുന്ന ആ ത്വാഹിർ തങ്ങളുസ്താദിൻ്റെ നേതൃത്വത്തിലാണ് സ്ഥാപനം കടന്നു വരുന്നത്. സ്ഥാപനത്തിൻ്റെ ശില്പിയാണ് ആദരണീയരായ സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ തങ്ങളുസ്താദ്. ആ തങ്ങളുസ്താദ് വഫാത്തായി ഏകദേശം 17 വർഷങ്ങളായി. തങ്ങളുസ്താദിൻ്റെ ഉറൂസാണ് ഈ ഫെബ്രുവരി മാസം, അതായത് 2024 ഫെബ്രുവരി മാസം
15, 16, 17, 18 തീയതികളിലായി മുഹിമ്മാത്തിൽ നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആ ഉറൂസിലേക്ക് കൂടി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ ഉറൂസിൻ്റെ സമയത്ത് സ്ഥാപനത്തിൽ എത്തിച്ചേരണം, അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് എത്തിച്ചേർന്ന് ആദരണീയരായ തങ്ങൾ ഉസ്താദിനെ നിങ്ങൾക്ക് സിയാറത്ത് ചെയ്യാവുന്നതാണ്. ഏതായാലും ആ 30 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ പുത്തിക പഞ്ചായത്തിലെ കട്ടത്തടുക്ക എന്ന പ്രദേശത്ത് നിലകൊണ്ട ഒരു സ്ഥാപനം. ഈ സ്ഥാപനം നിലവിൽ വരുന്ന സമയത്ത് ഈ പ്രദേശത്തിൻ്റെ ചരിത്രം അറിയുന്ന ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ്. തീരെ ജനവാസ കേന്ദ്രമില്ലാതെ ആളുകൾ ഒന്ന് എത്തി നോക്കാൻ പോലും പ്രയാസപ്പെട്ടിരുന്ന അത്തരമൊരു പ്രദേശത്താണ് മുഹിമ്മാത്ത് കടന്നു വരുന്നത്. അങ്ങനെ മുഹിമ്മാത്ത് കടന്നു വന്ന് മുഹിമ്മാത്ത് വളർന്ന് പന്തലിച്ച് ഒരുപാട് അനാഥ മക്കളും ഹാഫിദീങ്ങളൊക്കെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങി ഇന്ന് ഏകദേശം 30 വർഷങ്ങൾ പിന്നിടുമ്പോൾ 50,000-ലധികം വരുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ സ്ഥാപനത്തിനിക്കുണ്ട്. മനസ്സിലാക്കണം. മാത്രമല്ല വീടുകളിൽ നിന്ന് വന്ന് പഠിച്ച് തിരിച്ചു പോകുന്ന വിദ്യാർത്ഥികളടക്കം ഇന്ന് 8,000 വിദ്യാർത്ഥികൾ നിലവിൽ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. അതിൽ തന്നെ 1,500-ഓളം വരുന്ന അനാഥ മക്കളും ഹാഫിലീങ്ങളും മുത്തഅല്ലിമീങ്ങളും ഒക്കെയായ വിദ്യാർത്ഥികൾ സ്ഥാപനത്തിൽ താമസിച്ച് പഠിക്കുന്നുണ്ട്. ഈ താമസിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭക്ഷണം, താമസ സൗകര്യങ്ങൾ, അതുപോലെ വിദ്യാഭ്യാസം, അത് മതപരമായ വിദ്യാഭ്യാസവും ഭൗതികപരമായ വിദ്യാഭ്യാസവും എല്ലാം സ്ഥാപനം സൗജന്യമായി നൽകുന്നുണ്ട്. ഇങ്ങനെ എല്ലാത്തിനുമടക്കം സ്ഥാപനത്തിന് പ്രതിമാസം 66 ലക്ഷം രൂപ ചെലവ് വരുന്നുണ്ട്. ഇത് മാത്രമല്ല, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ചെറിയ കുഞ്ഞുമക്കളുണ്ടാകും. അതായത് ചെറുപ്പത്തിൽ തന്നെ വാപ്പ മരണപ്പെട്ടു. അങ്ങനെ 9 വയസ്സിനൊക്കെ താഴെയുള്ള ആ വിദ്യാർത്ഥികളെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന് പഠിപ്പിക്കുക എന്നുള്ളത് പ്രയാസമാണ്. അങ്ങനെ വരുമ്പോൾ അത്തരം യതീം മക്കളക്ക് ഒരു മാസം ഒരു കുട്ടിയുടെ ചെലവിനാവശ്യമായ ഒരു സംഖ്യ സ്ഥാപനം തന്നെ അയച്ചു കൊടുത്തിട്ട് അവരുടെ വീടുകളിൽ ഉമ്മയുടെ മടിത്തട്ടത്തിൽ ഉമ്മയുടെ താലോലത്തിൽ മക്കളെ വളരാനുള്ള ഒരു അവസരം കൂടി സ്ഥാപനം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് മുഹിമ്മാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും മുഹിമ്മാത്തിന് ഇത്രത്തോളം ചെലവ് ഒരു മാസം വരുമ്പോഴും മുഹിമ്മാത്തിൻ്റെ ഒരു വരുമാനം എന്നുള്ളത് മറ്റൊന്നുമല്ല, പ്രത്യേകിച്ച് വരുമാന മാർഗങ്ങളൊന്നുമില്ല. മുഹിമ്മാത്തിനാകെ ലഭിക്കുന്നത് നിങ്ങളെപ്പോലത്ത ആയിരക്കണക്കിന് 10,000-കണക്കിന് വരുന്ന മുഅ്മിനീങ്ങൾ സഹായിച്ചിട്ടാണ് സ്ഥാപനങ്ങൾ വളർന്നു വരുന്നത്. നമ്മെപ്പോലത്ത സാധാരണക്കാർ സഹായിച്ചിട്ട് തന്നെയാണ് സ്ഥാപനം വളർന്നു പോകുന്നത്. അതൊരു പക്ഷേ നമ്മളിങ്ങനെ സഹായിച്ചാൽ സ്ഥാപനം ഇത്ര വളരോ എന്നുള്ളത് പോലും നമുക്ക് ചിന്തിക്കാൻ പോലും പ്രയാസം ഉണ്ടാവും. കാരണം അത്രത്തോളം അത്ഭുതമാണ്. നിങ്ങൾ മുഹിമ്മാത്തിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ ഇന്ന് യൂട്യൂബിലൊക്കെ മുഹിമ്മാത്ത് നടിച്ചാൽ, അല്ലെങ്കിൽ ഗൂഗിളിൽ മുഹിമ്മാത്ത് നടിച്ചാൽ ഒരുപാട് വീഡിയോസും ഒരുപാട് ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അതൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അത്രത്തോളം വളർച്ച ഈ സ്ഥാപനത്തിന് ഉണ്ടായിട്ടുണ്ട്. ഈ സ്ഥാപനത്തിന് ഇങ്ങനെ വളർച്ച ഉണ്ടാകാൻ പ്രധാനപ്പെട്ട 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ സ്ഥാപനം ഉണ്ടാക്കിയ സയ്യിദ് ത്വാഹിറുൽ അഹദൽ തങ്ങൾ ഉസ്താദ് എന്ന് പറയുന്ന നമ്മുടെ ആദരണീയരായ തങ്ങൾ ഉസ്താദ്, ആ തങ്ങൾ ഉസ്താദിന് സ്ഥാപനം ഉണ്ടാക്കുമ്പോൾ ഭൗതികമായ ഒരു നേട്ടം ഉണ്ടായിരുന്നില്ല. തങ്ങൾ ഉസ്താദിന് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. തങ്ങൾ ഉസ്താദിന് വേണമെങ്കിൽ ഒരുപാട് സുഖലോലുമതിയിൽ ജീവിക്കാനുള്ള, ഒരുപാട് ആഡംബര സൗകര്യങ്ങൾ ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ കൃത്യമായി നിലകൊള്ളണം, ഒരുപാട് യതീം മക്കൾ വളരണം, ഒരുപാട് അഗതികൾ വളരണം, ഒരുപാട് പാവപ്പെട്ടവർക്ക് ദീന് പഠിക്കാൻ പറ്റണം എന്നൊരു ഉദ്ദേശത്തോടെ അള്ളാഹുവിൽ തവക്കുലാക്കി തങ്ങൾ ഉസ്താദ് ഉണ്ടാക്കിയപ്പോൾ അൽഹംദുലില്ലാഹ് പാവപ്പെട്ട മുഅ്മിനീങ്ങളെ സ്ഥാപനത്തേറ്റെടുത്ത് സ്ഥാപനം വളർന്നു. ഒന്ന്. മറ്റൊന്ന്, ഈ സ്ഥാപനം എന്നുള്ളത് കൃത്യമായിട്ട് അള്ളാഹുവിൻ്റെ ദീന് നിലകൊള്ളണമെന്ന് കൃത്യമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആദർശം, കൃത്യമായ ആശയങ്ങൾ നിലകൊള്ളണമെന്ന് ആഗ്രഹിച്ച് പോരുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ സ്ഥാപനത്തെ അറിയുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനെ സഹായിക്കുന്നതിലൂടെ സഹായിച്ച ആളുകളുടെ ആഗ്രഹങ്ങൾ ഒരുപാട് സാധിക്കുന്നുമുണ്ട്. 1-2 അനുഭവങ്ങൾ ഞാൻ പറയാം. എൻ്റെ നാടിൻ്റെ തൊട്ടപ്പുറത്തെ ഒരു നാടാണ് നീർച്ചാൽ എന്നറിയുന്ന പ്രദേശം. കാസർഗോഡ് ജില്ലയിലെ ബദിയടുക്ക പഞ്ചായത്തിലെ ഗോളിയടുക്കയാണ് എൻ്റെ പ്രദേശം. എൻ്റെ തൊട്ടപ്പുറത്തെ നാടാണ് നീർച്ചാൽ എന്ന് പറയുന്ന പ്രദേശം. ഈ പ്രദേശത്തെ ഒരു കൂട്ടുകാരന്, ഒരു സഹോദരന് ഒരു ദിവസം എന്നോട് പറയാണ്, അയാൾക്ക് മരുന്ന് കഴിക്കുമായിരുന്നു ചില രോഗങ്ങൾക്ക്. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് മരുന്ന് മാറിക്കഴിച്ചു. അതായത് ഒരു സമയത്ത് കഴിക്കേണ്ട മരുന്നല്ലാതെ വേറൊരു മരുന്ന് കഴിച്ചു, മാറിക്കഴിച്ചു. അങ്ങനെ മാറിക്കഴിച്ചപ്പോൾ പെട്ടെന്ന് അത് വല്ലാതെ എഫക്റ്റ് ചെയ്തു എന്ന് വെച്ചാൽ അദ്ദേഹം പറയാണ്, കുഴഞ്ഞു വീണുക ആ ഒരു അവസ്ഥയിലായി. ശരീരമാകെ ഒരു ബാധയേറ്റതുപോലെ, ഒരു തളർച്ച, മൊത്തം തളർച്ച, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു നിശ്ചലമായ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം മാറാണ്.
അങ്ങനെ ചലനമറ്റ ഒരു രീതിയിലേക്ക് അദ്ദേഹം മാറിയപ്പോൾ പെട്ടെന്ന് അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും തോന്നുന്നു, മുഹിമ്മാത്തിലേക്ക് ഒരു ചാക്കരി നേർച്ചയാക്കി. അദ്ദേഹം പറയാണ്, അങ്ങനെ അരി ചാക്ക് നേർച്ചയാക്കി ഉടനെ തന്നെ പൂർവാവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ. അദ്ദേഹം പറയാണ്, എൻ്റെ ജീവിതത്തിൽ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണതെന്ന് പറഞ്ഞ് ആ ഒരു സഹോദരന് ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിയായിരുന്ന എന്നോട് ഒരു ദിവസം അനുഭവം പങ്കുവെച്ചത് ഞാൻ ഇന്നോർത്തു പോവാണ്. ഇതുപോലത്തെ എത്രയോ അനുഭവങ്ങൾ സ്ഥാപനത്തിലെ ഉസ്താദുമാരൊക്കെ പലപ്പോഴും നമ്മോട് പങ്കുവെക്കാറുണ്ട്. ഞാൻ തന്നെ കഴിഞ്ഞ വർഷങ്ങൾ ഈ സ്ഥാപനത്തെപ്പറ്റി, ഈ സ്ഥാപനത്തിൽ പുതിയ സ്ഥലവുമായി സ്ഥലം വേങ്ങുന്നതും അതിൽ ഒരുപാട് ഇനിയും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്തപ്പോൾ മലപ്പുറം ഭാഗത്ത് നിന്ന് ഒരു ഉമ്മ ഒരു 500 രൂപ സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കാണ്. ആ ഉമ്മയുടെ മകള് ഡെൻ്റൽ ക്ലിനിക്കിൽ അതിൻ്റെ PG പഠിക്കുകയാണ്, മെഡിസിൻ വിഭാഗം PG പഠിക്കാൻ ഡെൻ്റൽ ഡോക്ടർ ചെയ്യുന്നതിൻ്റെ PG പഠിക്കുകയാണ്, MDS പഠിക്കുകയാണ്. അപ്പോൾ ആ ഉമ്മയുടെ മകളും 500 രൂപ നേർച്ചയാക്കി. അപ്പോൾ അവർ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം കരുതിയിട്ടുണ്ടാവും, അവർക്കത് സാധ്യമായിട്ടുണ്ടാവും. അപ്പോൾ ഈ വിഷയം ഈ മകളുടെ ഏട്ടത്തിയോട് പറയാണ്. ഈ ഏട്ടത്തി ഡോക്ടറാണ്, മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ഭാഗത്ത് പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഈ ഡോക്ടർ 5000 രൂപ സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കി. എന്നിട്ട് ഇവരൊക്കെ വർഷങ്ങളായി വിറ്റ് പോകണമെന്ന് ആഗ്രഹിച്ച സ്ഥലങ്ങളുണ്ടായിരുന്നു, തീരെ വിറ്റ് പോകില്ലായിരുന്നു. പക്ഷേ നമ്മുടെ മുഹിമ്മാത്തിലേക്ക് നേർച്ചയാക്കിയപ്പോൾ അൽഹംദുലില്ലാ പെട്ടെന്ന് ആ സ്ഥലം വിറ്റുപോകാണ്. അതിന് കാര്യം അവർക്ക് സാധിച്ചു കിട്ടാണ്. പിന്നെ ഈ ഡോക്ടറുടെ ട്രാൻസ്ഫോം വരുമല്ലോ, ഇത് ഓരോ പീരീഡ്സ് കഴിയുമ്പോഴും അതേപോലെ തന്നെ വ്യത്യസ്ത ഹോസ്പിറ്റലുകളിലേക്ക് ഡോക്ടർമാരെ ട്രാൻസ്ഫോം ചെയ്യും. അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഇവർക്ക് ആഗ്രഹിച്ച സ്ഥലങ്ങളിൽ ഇവർക്ക് ജോലി കിട്ടാൻ വേണ്ടി, അതുപോലെ ഇവരുടെ മറ്റു ആവശ്യങ്ങളൊക്കെ നിറവേറി കിട്ടാൻ വേണ്ടി ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ ഇവർ വീണ്ടും സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കാണ്. ഞാൻ ഈ പറയുന്നത്, ഒരു പ്രാവശ്യം സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കിയ ആളുകൾ ഇതിൻ്റെ ഫലം അനുഭവിക്കുകയാണ്, വീണ്ടും വീണ്ടും നേർച്ചയാക്കുകയാണ്. ഇങ്ങനെ നേർച്ചയാക്കുന്നതിലൂടെ ആ സ്ഥാപനത്തിൽ ഒരുപാട് പാവപ്പെട്ട ഹാഫിലീങ്ങളും മുതാലിമീങ്ങളും അഗതികൾക്കും പഠിക്കാൻ പറ്റുന്നു എന്ന് മാത്രമല്ല, ഈ നേർച്ചയാക്കിയ ആളുകളുടെ ആവശ്യങ്ങൾ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വലിയൊരു അത്ഭുതമാണ് ഈ സ്ഥാപനം, ഞാൻ വെറുതെ പറഞ്ഞതല്ല. അതുകൊണ്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ ഇതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നല്ലൊരു ആഗ്രഹം വെച്ച് നിങ്ങൾ നേർച്ചയാക്കുക, നിങ്ങളുടെ മനസ്സിന് വലിയൊരു സമാധാനം ലഭിക്കും. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യനിക്ക് അള്ളാഹു ഒരു കാര്യം വിധിക്കുന്നുണ്ടെങ്കിൽ പ്രധാനമായും ഒരു വിധിയിൽ തന്നെ അള്ളാഹു 2 അടിസ്ഥാനത്തിലാണ് വിധിക്കുക. ഒന്ന്, എന്തായാലും ആ വ്യക്തിക്ക് അത് സംഭവിക്കും. മറ്റൊന്ന്, എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ അതിൽ നിന്ന് മാറ്റം സംഭവിക്കും. ഉദാഹരണത്തിന്, ഒരാൾക്കൊരു രോഗം വരാൻ അള്ളാഹു വിധിച്ചിട്ടുണ്ട്. ഒന്ന്, എന്തായാലും ആ രോഗം അയാൾക്ക് വരും. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അള്ളാഹു വിധിക്കുക, എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ ആ രോഗത്തിൽ നിന്ന് അള്ളാഹു അയാളെ രക്ഷപ്പെടുത്തും. അങ്ങനെ വരുമ്പോൾ അയാൾക്ക് ഇങ്ങനെ ഒരു പ്രയാസമുണ്ടെങ്കിൽ അയാളിങ്ങനെ നേർച്ചയാക്കിയത് കാരണം, അല്ലെങ്കിൽ നല്ലൊരു കാരണം, നല്ല ഒരു പ്രവർത്തനം ചെയ്തത് കാരണം അള്ളാഹു ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തും. അങ്ങനെ രക്ഷപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പല വിധികളും നേർച്ച മൂലം അള്ളാഹു നമുക്ക് രക്ഷ നൽകും. അള്ളാഹു രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മറ്റൊന്ന്, ഞാൻ പറഞ്ഞത്, ഏതായാലും നമുക്കൊരു കാര്യം വരാണ്, അല്ലെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാവാണ്. പക്ഷെ നമ്മളിങ്ങനെ നേർച്ചയാക്കിയാൽ നമുക്കൊരു മെച്ചം എന്ന് വെച്ചാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, അത് നിങ്ങൾക്ക് തന്നെ പലപ്പോഴും ഉണ്ടാകുന്ന അനുഭവമായിരിക്കും. ആഫ്റ്റർ എഫക്റ്റ് വല്ലാതെ കുറഞ്ഞു പോകും. അതായത് നമുക്കുണ്ടാകുന്ന, അതുമൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, മാനസികമായ വിഷമങ്ങളൊക്കെ കുറഞ്ഞു പോകും. അത് നമുക്ക് താങ്ങാവുന്നതിലപ്പുറമാണെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റുന്ന പ്രയാസങ്ങളില്ലാത്ത, അതിൻ്റെ കാഠിന്യം കുറഞ്ഞൊരവസ്ഥയിലേക്ക് നമ്മൾ മാറും. ഇൻഷാ അല്ലാഹ് അങ്ങനെ വലിയ പ്രയാസങ്ങളില്ലാത്ത നല്ലൊരു ജീവിതം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് താഴെയുള്ള കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ വഴി ഇത് സ്ഥാപനത്തിലേക്ക് നേർച്ച ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ നമ്പറിൽ നിങ്ങൾക്ക് പറ്റുന്നൊരു സംഖ്യ അയച്ചു കൊടുക്കുക മുത്താലിമീങ്ങൾക്ക് വേണ്ടി. ഇത് 1 കിലോ അരിക്ക് 49 രൂപയാണ്. 10 കിലോ ആകുമ്പോൾ 490 രൂപ. അത് നിങ്ങൾക്ക് പറ്റുന്നത് 50 രൂപ ആണെങ്കിൽ കുഴപ്പമില്ല. ചില ആളുകൾക്ക് 100 രൂപ ഉണ്ടാകും, ചില ആളുകൾക്ക് 200 ആവും. നിങ്ങൾക്ക് പറ്റുന്നൊരു സംഖ്യ മതി, കൂടുതലൊന്നും വേണമെന്നിട്ടില്ല. നിങ്ങൾക്ക് പറ്റുന്നൊരു സംഖ്യ, അത് നിങ്ങളുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്നൊരു സംഖ്യ അതിലേക്ക് അയച്ചു കൊടുക്കാം. ഇനി അതല്ല, അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഗൂഗിൾ പേ ഒന്നും കിട്ടുന്നില്ല എങ്കിൽ അതിലെ കോൺടാക്ട് ഡീറ്റെയിൽസിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് അന്വേഷിക്കാവുന്നതാണ്. ഇനി സ്ഥാപനത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ അതിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി അതും മാത്രമല്ല, ഇനി നിങ്ങൾക്ക് സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കി പക്ഷേ ഗൂഗിൾ പേ സെർച്ച് ചെയ്തപ്പോൾ സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നില്ല, അക്കൗണ്ട് കാണിക്കുന്നില്ല,
അങ്ങനെ ഗൂഗിൾ പേ ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് തീരെ ഓൺലൈൻ സംവിധാനങ്ങളില്ല, നിങ്ങൾ നേർച്ചയാക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ പോലും നിങ്ങൾ അവരോട് വിളിച്ച് വിഷയം പറയാം. നേർച്ചയാക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ ഓൺലൈനിൽ സംവിധാനങ്ങളില്ല എന്നുള്ള വിഷയങ്ങളൊക്കെ പറയാം. ഇൻഷാ അല്ലാഹ് എന്തായാലും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ഒരു കാര്യം നല്ലതാഗ്രഹിച്ച് ഈ സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കിയാൽ അത് അള്ളാഹു ആ കാര്യം നമുക്ക് സാധിപ്പിച്ചു തരും. അതിൻ്റെ ഫലം അള്ളാഹു ദുനിയാവിലും നൽകും, ആഖിറത്തിലും നൽകും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാം ഞാൻ പറയുന്നില്ല, വീഡിയോ ഒരുപാട് നീണ്ടുപോകും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഇന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ നല്ലൊരു ആഗ്രഹം വെച്ചിട്ട് തീർച്ചയായിട്ടും സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കുക. അള്ളാഹു വെറുതെ ആക്കില്ല. അള്ളാഹു നമ്മെല്ലാവരെയും തീർച്ചയായിട്ടും ഇരുലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഉറൂസിന് കൂടി നിങ്ങൾ ഓർത്തെടുക്കുക. ഡേറ്റ് 15, 16, 17, 18 ഫെബ്രുവരി മാസം. പറ്റുന്നവരൊക്കെ ഈ ഉറൂസിൻ്റെ ഏതെങ്കിലും ദിവസങ്ങളിലായി സ്ഥാപനത്തിലേക്ക് കടന്നു വരാം. സ്ഥാപനത്തിലെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക. വലിയൊരു സമാധാനമാണ്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരു ദിവസം മഞ്ചേശ്വരം ഭാഗത്ത് ഞാൻ പോയപ്പോൾ ഒരു ഉമ്മ എന്നോട്, അവിടെ ഞാൻ അന്ന് സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. സ്ഥാപനത്തിൻ്റെ ഉറൂസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ലഘുലേഖ വിതരണം ചെയ്യാൻ വേണ്ടി ഞാൻ പോവാണ്. അപ്പോൾ ഒരു ഉമ്മ എന്നോട്, ഞാൻ ഒരു ഉച്ച സമയമാണ് അവിടെ പോയി വീടിൻ്റെ പുറത്ത് കുറച്ച് സമയം കാത്തു നിന്നു. അങ്ങനെ അവിടുത്തെ വീടിൻ്റെ വെല്ലടിച്ചു. കുറച്ച് സമയം പുറത്ത് കാത്തു നിന്നപ്പോൾ കുറച്ച് കഴിഞ്ഞ് പതുക്കെ ഒരു ഉമ്മ വരാണ്. മോനെ നിസ്കാരത്തിലായിരുന്നു, വൈകിപ്പോയി. അങ്ങനെ പറഞ്ഞു. ഉമ്മാക്ക് തീരെ നടക്കാൻ പറ്റുന്നില്ല, പതുക്കെ വരാണ്. കുറച്ച് സമയം കഴിഞ്ഞ് കാത്തു നിന്നിട്ട് പതുക്കെ വന്നപ്പോൾ ആ ഉമ്മ പറയാണ്, മോനെ എനിക്ക് വേണ്ടി ഒരു കാര്യത്തിന് പ്രത്യേകം ദുആ ചെയ്യണം. അതായത് എനിക്കൊന്ന് മുഹിമ്മാത്തിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, തങ്ങൾ ഉസ്താദിൻ്റെ ചാരത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ മക്കളൊക്കെ കാറൊക്കെ കൊണ്ടുവന്നു, പക്ഷെ ആ കാറിലൊന്നും എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ആ സ്ഥാപനത്തിലേക്ക് എനിക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പെടണം, അതിനുവേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന്. ഞാനൊക്കെ കരഞ്ഞുപോയി ആ സമയത്ത്. ഈ സ്ഥാപനത്തെ ഇത്രയധികം സ്നേഹിക്കുന്ന, അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുന്ന ഇത്രയധികം മുഅ്മിനീങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നിങ്ങൾക്കും ആ സ്ഥാപനത്തിലേക്ക് കടന്നു വരാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ ഫലങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ ലഭ്യമാകും, വലിയ സമാധാനം ലഭ്യമാകും. അള്ളാഹു നമുക്കെല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയം നൽകി, വലിയ സന്തോഷം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ നേർച്ച നൽകുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.